ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ നമുക്കിന്ന് തെയ്യമുണ്ട് കേട്ടോ. അപ്പോൾ മുത്തപ്പൻ തെയ്യമുണ്ട്. അപ്പോൾ അത് രാധികേച്ചിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. അങ്ങനെ നമ്മൾ വിജയചേട്ടനില്ല കേട്ടോ, വിജയചേട്ടൻ ഡ്രൈവ് ചെയ്യുന്ന മാത്രം. അപ്പോൾ നമ്മൾ പൊയിനാച്ചി വരെ പോയിട്ട് അവിടുന്ന് ഏട്ടനുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോകാനാണ് പ്ലാൻ. വിജയചേട്ടൻ അവിടെ വീട്ട് പണിയുടെ അടുത്തുണ്ട്. അങ്ങനെ ഞാനും അജ്ജും കാശിയും രാധികേച്ചിയും ബാവേട്ടനും പിന്നെ രാധികേച്ചിൻ്റെ അച്ഛനമ്മ ഇത്ര ആളാട്ടോ പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ പൊന്നാച്ചി എത്താനായി. അപ്പോൾ കാശിയൊക്കെ നല്ല ചില്ലായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്കും മുത്തപ്പൻ്റെയും അത് കെട്ടിയിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ എത്തി, അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് തെയ്യം കണ്ടു. ഇതൊന്നല്ല കിട്ടിയിട്ടേ കിട്ടി പറഞ്ഞില്ല യുദ്ധത്തിന് വരുന്നത് പോലെ ദൈവത്തിൽ മുത്തപ്പൻ കാക്കക്കം പരുന്നിന് വീണായിട്ട് കൊടുക്കാതെ മുത്തപ്പൻ പ്രവർത്തിക്കുന്നത് പഠിച്ചെടുക്കുന്നത് കാര്യം ഇത് ഇറക്കുന്നതല്ല നേരെയാക്കി തന്നാലേ കൊടുക്കുന്ന കാര്യത്തിലുള്ള മടി തന്നെ ഭാര്യ മാത്രമേ ചക്കരി കൈകൊക്കരി ഇറക്കുന്ന തരുവാന്ന് പറയാ. നിങ്ങൾ പഠിച്ച വിദ്യ കൊണ്ട് ആഗ്രഹിച്ച ലക്ഷ്യത്തില് നിത്യപ്രവൃത്തിയായിട്ട് ചെയ്യേണ്ട യോഗം മുത്തപ്പൻ എത്തിച്ചാൽ ഇറക്കുന്ന തരുവാന്ന് ചോദിച്ചു. വാക്ക് തിരിച്ചൂടെ മുത്തപ്പന് എത്ര പോലെ കണ്ടു തരാം, ഇത്ര പോലെ വയറ് നിറയെ കള്ളു തരാമെന്ന് പ്രാർത്ഥിച്ച കാര്യം മനസ്സിലുണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ തെയ്യത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തൊഴുത്ത് ഇറങ്ങിയിട്ട് അത് നേരെ പോയത് ഒരു ഫേർണിച്ചർ കടയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കാസർഗോഡ് അണങ്കൂർ നുള്ളിപ്പാടി അവിടെ കേട്ടോ.
ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫർണിച്ചർ കടയിലേക്കായിരുന്നു. അപ്പോൾ അവിടെ കാശ് ഫുള്ള് ചില്ലിങ് ആയിരുന്നു കേസ്. എന്ന് വെച്ചാൽ കുറേ ടൈപ്സ് സോഫയും ബെഡും കസേരൊക്കെ ചെയറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കാശ് കയറിയിരുന്ന് കുറേ സമയം കളിച്ചു. അതേപോലെ തന്നെ ഞാനും കുറേ നമ്മൾ നോക്കി നല്ല സ്യൂട്ടാവുന്ന കംഫർട്ടാവുന്ന രീതിയിലുള്ള സോഫാസ് അതുപോലെ ബെഡ്റൂം സെറ്റൊക്കെ. അങ്ങനെ ഞാനും കുറേ സോഫയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് നോക്കിയിട്ട് വേണ്ടല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുൾ ടയേർഡായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഫുള്ള് ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5-6 മണിയായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫുൾ ടയേർഡായിരുന്നു. ഏകദേശം ഇരുട്ടനാവാനായി രാവിലെ പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.